നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതുമാനദണ്ഡം നിശ്ചയിക്കാനുള്ള CPM സംസ്ഥാന കമ്മിറ്റി തുടരുന്നു. UDF യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. BJPയുടെ കോർ കമ്മിറ്റി യോഗവും തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കേരള ബാലറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലസ്ഥാന നഗരിയിൽ ഇന്ന് നിർണായക തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതുമാനദണ്ഡം നിശ്ചയിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി തുടരുന്നു. സീറ്റ് വിഭജന ചർച്ചകൾക്കായി UDF യോഗം വൈകിട്ട് 7-ന്. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നു. നിയമസഭ പിടിക്കാൻ താരങ്ങൾക്ക് പിന്നാലെ KPCC നേതൃത്വം. പത്തനാപുരത്ത് ജഗദീഷ് മത്സരിച്ചേക്കും. അരൂരിൽ സിദ്ദീഖിന് സാധ്യത. ഇരുവരുമായും നേതൃത്വം ചർച്ച നടത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക അടിയന്തരമായി കൈമാറണമെന്ന KPCCയോട് ഹൈക്കമാൻഡ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് UDF. കൊച്ചി മെട്രോയും വിഴിഞ്ഞവും കണ്ണൂർ വിമാനത്താവളവും ഭരണനേട്ടമെന്ന ഉമ്മൻചാണ്ടി. UDFിലെ അസംതൃപ്തരെ ക്ഷണിക്കുന്നത് LDFന് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടെന്ന് VM സുധീരൻ. R ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി CPI. മത്സരിക്കുമെന്ന പിള്ളയുടെ അഭിപ്രായം വ്യക്തിപരമെന്ന കൊല്ലം ജില്ലാ സെക്രട്ടറി. തീരുമാനം മുന്നണിക്കുള്ളിൽ അഭിപ്രായ സ്വരൂപണം നടത്തിയ ശേഷമെന്നും CPI. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി CPM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതുമാനദണ്ഡം നിശ്ചയിക്കലും സീറ്റ് വിഭജനത്തിന്റെ പ്രാഥമിക ചർച്ചകളുമാണ് യോഗത്തിൽ നടക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 11, 12 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നിശ്ചയിക്കുക. VS സ്ഥാനാർത്ഥിയാകണം എന്ന PB നിലപാട് ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സീതാറാം യെച്ചൂരി റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സജീഷ് ചേരുന്നു. സജീഷ്, VS മത്സരിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പൊതുമാനദണ്ഡമാണോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? അഷഫ, CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന പ്രധാനമായും ഉച്ചവരെയുള്ള ചർച്ചയിൽ സ്ഥാനാർത്ഥി വിഷയങ്ങൾ പൊതുവെ വന്നിട്ടില്ല. VS മത്സരിക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സീതാറാം യെച്ചൂരി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം കാര്യമായി ചർച്ചയ്ക്ക് വന്നത്. VSന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കേന്ദ്ര നിലപാട് ഈ യോഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും VS മത്സരിക്കുന്നതിനോട് പൊതുവെ അനുകൂലമാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പൊതുമാനദണ്ഡം ഉണ്ടാക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റികൾക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ടേമിൽ അധികം പൂർത്തിയാക്കുന്ന ആൾക്കാർക്ക് പൂർത്തിയായവർക്ക് ഇളവ് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ ഈ കാര്യത്തിൽ ഇളവ് ലഭിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഇതുവരെ സ്ഥിരീകരണമില്ല. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റികൾക്കും ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കും എത്രയും വേഗം സ്ഥാനാർത്ഥി പട്ടികയുടെ സാധ്യതാ പട്ടിക സമർപ്പിക്കാനും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റൈറ്റ് സജീഷ്. CPM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പൊതുമാനദണ്ഡം രൂപീകരിക്കലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് K. സജീഷ്. സീറ്റ് വിഭജന ചർച്ചകൾക്കായി UDF യോഗം ഇന്ന് ചേരും. സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക രൂപം ഉണ്ടാക്കുകയും ഉഭയകക്ഷി ചർച്ചയുടെ തീയതിയും ഇന്ന് തീരുമാനിച്ചേക്കും. അധികം വരുന്ന 9 സീറ്റുകൾ വിഭജിക്കുന്നതാകും ഐക്യമുന്നണിയിലെ പ്രധാന വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിവാതിലിൽ നിൽക്കെ എത്രയും വേഗത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് UDF ആലോചിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകൾ സാധാരണഗതിയിൽ അതത് പാർട്ടികൾക്കാണ് ലഭിക്കുക. എന്നാൽ CMP, JSS പാർട്ടികളുടെ പിളർപ്പ് ആ പാർട്ടികളിലെ സീറ്റ് സാധ്യതകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് B കൂടി മുന്നണി വിട്ടതോടെ UDFന് അധികമായി ലഭിക്കുന്നത് 9 സീറ്റുകളാണ്. ഇടതുമുന്നണിയിൽ നിന്നെത്തി ലയനം നടത്തിയ RSPക്കാണ് അധികം സീറ്റ് നൽകേണ്ടി വരിക. ബാക്കിയുള്ള സീറ്റുകളും ആനുപാതികമായി വിഭജിക്കണമെന്ന ആവശ്യം ഘടകകക്ഷികൾ ഉയർത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ജോസഫ് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള കോൺഗ്രസും അധികം സീറ്റ് ആവശ്യപ്പെടുന്നു. അതേസമയം സീറ്റ് വിഭജനത്തിൽ ഘടകകക്ഷികൾ മഹാമനസ്കത കാണിക്കണമെന്നാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെടുന്നത്. ഇവയെല്ലാം മുന്നിലിരിക്കെ ആദ്യഘട്ട ധാരണയിൽ എത്തിച്ചേരാനാണ് UDF ഇന്ന് ശ്രമിക്കുക. വിശദമായ ചർച്ചകൾക്കായി ഉഭയകക്ഷി ചർച്ചകളുടെ തീയതിയും ഇന്ന് തീരുമാനിച്ചേക്കും. വൈകിട്ട് 7-ന് ക്ലിഫ് ഹൌസിലാണ് യോഗം. മീഡിയ 1 തിരുവനന്തപുരം. സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി.
ഉമ്മൻചാണ്ടി, വി എം സുധീരൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, KP എ മജീദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സീറ്റ് വിഭജനം തർക്കങ്ങളില്ലാതെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് ടോക്ക് നടത്തുകയായിരുന്നു കോൺഗ്രസുമായിട്ട്. അതിലിപ്പോൾ ഞങ്ങൾ തീരുമാനങ്ങളല്ല, ഞങ്ങളൊരു ഫസ്റ്റ് റൗണ്ട് ടോക്ക് നടത്തി, അത്രേ ഉള്ളൂ. അതെ, ടോക്കിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറയില്ല. ഇനിയിപ്പോ UDF ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പൊതുവായ കാര്യങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഒരു വലിയ കാര്യമായ തർക്കം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതല്ല, റിസൾട്ട് ഒന്നും ഇപ്പൊ പറയാൻ കഴിയില്ല, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം. ഫസ്റ്റ് റൗണ്ട് സംസാരിച്ചു, വലിയ തർക്കമില്ലാന്ന് കൊടുത്തോളി, ബാക്കിയൊക്കെ പിന്നെ പറയാം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലമുണ്ട്. അസ്ലം, BJP മുസ്ലിം ലീഗ് ഉഭയകക്ഷി ചർച്ചയാണ് പൂർത്തിയായിരിക്കുന്നത്. പ്രാഥമിക ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് പൊതുവെ വലിയൊരു സമ്മർദ്ദം UDF ഉണ്ടാക്കാറില്ല സീറ്റിന്റെ കാര്യത്തിൽ. കേരള കോൺഗ്രസ്, RSP തുടങ്ങിയ കക്ഷികൾ എന്ത് നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം JDU, ഈ മൂന്ന് കക്ഷികളുടെ നിലപാടായിരിക്കും UDFന്റെ സീറ്റ് നിർണയ ചർച്ചയെ പ്രധാനമായും സ്വാധീനിക്കാൻ പോകുന്നത്. ഈ കക്ഷികളുടെ നിലപാടെന്താണ്? ഇവരുടെ ആവശ്യത്തോട് കോൺഗ്രസിന്റെ പ്രതികരണം എന്താ? അഷ്റഫ്, UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ പ്രധാനമായും കൂടുതൽ ഒരുപക്ഷെ ഓരോ പാർട്ടികളും, മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അധികം സീറ്റ് ചോദിക്കുന്നുണ്ട്. RSP പുതുതായി ഇടതുമുന്നണിയിൽ വന്നതിന് ശേഷം ലഭിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നിലയിൽ അവർക്ക് അധികം സീറ്റ് സ്വാഭാവികമായും ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ JDU ഉൾപ്പെടെയുള്ള സീറ്റുകൾ അധികം സീറ്റ് എന്നതിനുപരി ചില സീറ്റുകൾ വെച്ചു മാറാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പ്രാഥമികമായ ചർച്ചകളായിരിക്കും ഇന്ന് നടക്കുന്ന UDF യോഗത്തിൽ നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. UDF യോഗത്തിന് മുന്നോടിയായാണ് ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഏറ്റവും വലിയ മുന്നണി സഖ്യകക്ഷി എന്ന നിലയിൽ ലീഗുമായുള്ള ചർച്ചകൾ കൂടുതൽ പ്രാഥമിക ചർച്ചകൾ നടത്തിവെക്കുക എന്നായിരുന്നു യോഗത്തിന്റെ ഉദ്ദേശം. ബാക്കി ചർച്ചകൾ തുടർന്ന് നടത്താമെന്നുള്ളൊരു ധാരണയിലാണ് അവർ പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ UDF യോഗത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പൊതുവായ അവകാശവാദങ്ങൾ ഉന്നയിക്കും. കേരള കോൺഗ്രസ് എമ്മും RSPയും JDUവും മറ്റ് പാർട്ടികളെല്ലാം തന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അധികമായുള്ള 9 സീറ്റുകൾ എന്നത് ആനുപാതികമായി വിഭജിക്കണമെന്ന ആവശ്യം ഘടകകക്ഷികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ചർച്ചകൾ നടക്കും. അതിനുശേഷം ഒരുപക്ഷെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ കൂടുതൽ വിശദാംശങ്ങൾ നടത്താം, അല്ലെങ്കിൽ അത്തരത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഉഭയകക്ഷി ചർച്ചയുടെ ആകാമെന്നുള്ള ഒരു പൊതു തീരുമാനം എടുക്കാനാണ് സാധ്യത. അത്തരത്തിൽ ഉഭയകക്ഷി ചർച്ചയുടെ തീയതി കണ്ടുകൊണ്ട് യോഗം അവസാനിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 7 മണിക്ക് ആണ് ക്ലിഫ് ഹൗസിൽ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ പാർട്ടികളും അവരുടേതായ അവകാശവാദങ്ങൾ മുന്നോട്ട് വരും. RSPയെ സംബന്ധിച്ചോളം ഇപ്പോൾ തന്നെ അവർ 7-8 സീറ്റുകളെങ്കിലും വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. 4 സീറ്റെങ്കിലും 4 മുതൽ 5 വരെ സീറ്റ് ഒരുപക്ഷെ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു ധാരണ KBC നേതൃത്വത്തിനുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചോളം ജോസഫ് വിഭാഗത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അധിക സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. 2 സീറ്റെങ്കിലും അവർ ആവശ്യപ്പെടും. 9 സീറ്റ് ഉള്ളതിൽ പക്ഷേ ഒരു സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. മറ്റ് CMP JS എന്നിവരെ സംബന്ധിച്ചോളം സീറ്റുകൾ എത്രത്തോളം കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം എന്തായാലും ചർച്ചകളിലൂടെ മുന്നോട്ട് വരേണ്ട കാര്യമാണ്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പ്രാഥമിക ധാരണകൾ രൂപപ്പെടുകയും ഉഭയകക്ഷി ചർച്ചകളുടെ തീയതി തീരുമാനിക്കുകയും ചെയ്യുക എന്നതായിരിക്കും നടക്കുക. എന്തായാലും 7 മണിക്ക് ആയിരിക്കും യോഗം ചേരുക. അഷ്റഫ്. റൈറ്റ് അസ്ലം, UDFന്റെ യോഗം അല്പസമയത്തിനകം ക്ലിഫ് ഹൌസിൽ ചേരും. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളാണ് ഇന്നത്തെ യോഗത്തിൽ നടക്കുക. ഉഭയകക്ഷി ചർച്ചകളുടെ തീയതിയും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് അസ്ലം. BJP കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവും സഖ്യസാധ്യതകളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. ജില്ലാതലത്തിൽ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയും കോർ കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ അല്ലമീനുണ്ട്. അല്ലമീൻ, BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങൾ നിശ്ചയിക്കുകയും അവിടെ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം എന്നത് തീരുമാനിക്കുകയുമാണ് പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ നടക്കാനിടയുള്ള കാര്യങ്ങൾ. ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റ് കക്ഷികളുമായുള്ള സഖ്യസാധ്യതകളെ സംബന്ധിച്ച് ഒരു പൊതുധാരണ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ രൂപപ്പെട്ടു. അഷ്റഫ്, 100 സീറ്റുകളിൽ മത്സരിക്കാനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 40 സീറ്റുകൾ ഘടകകക്ഷികൾക്ക് NDAയിലേക്ക് ചേരുന്ന ഘടകകക്ഷികൾക്ക് മാറ്റിവെക്കാനും തീരുമാനമായിട്ടുണ്ട്. BDJS അടക്കം BJPയിലേക്ക് NDAയിലേക്ക് വരുന്ന മുന്നണികൾക്ക് വേണ്ടിയാണ് മറ്റ് 40 സീറ്റുകൾ. 100 സീറ്റുകളിൽ BJP നേരിട്ട് മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സീറ്റുകളിലേക്ക് ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ BJP വിജയം പ്രതീക്ഷിക്കുന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന ചില മണ്ഡലങ്ങളിൽ
സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ഉൾപോര് ശക്തമാണ്. പല നേതാക്കളും മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഇത്തരത്തിൽ വിജയപ്രതീക്ഷയുള്ള പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിത്വം വേണമെന്നൊരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിലെ തർക്കവും ഒപ്പം BDJS നിലപാട് വ്യക്തമാക്കാത്തതുമാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിന് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച തൃശൂരിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും ഇത്തരത്തിൽ നേതാക്കൾ ഉൾപോര് രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഇന്ന് കോർ കമ്മിറ്റി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും രാജഗോപാൽ മത്സരരംഗത്തേക്ക് വരാൻ തയ്യാറല്ല, മത്സരിക്കുന്നില്ല എന്നൊരു നിലപാട് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിനൊരു പരിഹാരവും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. രാജഗോപാൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് രാജഗോപാലിനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരും. ഏതായിരുന്നാലും BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ മത്സരരംഗത്തുണ്ടാകണം എന്നൊരു നിർദ്ദേശം. കേരള ബാലറ്റ് തുടരുന്നു. കോട്ടയത്ത് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണമെന്ന് DCC അധ്യക്ഷൻ ടോമി കല്ലാനി. കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും അധികം വേണമെന്നാണ് പ്രവർത്തകരുടെ പൊതുവികാരമെന്നും ഇക്കാര്യം KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ടോമി കല്ലാനി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ജില്ലയിലെ ഒരു പൊതുവികാരം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും കൂടുതൽ ലഭിക്കണമെന്നാണ്. ആ വികാരം പാർട്ടിയുടെ വികാരമാണ്, പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ്. അത് പാർട്ടി നേതൃത്വത്തെയും മുന്നണി നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്, DCC അറിയിച്ചിട്ടുണ്ട്, KPCC ഈ ജില്ലയിലേക്ക് നിയോഗിച്ച ഉപസമിതി അറിയിച്ചിട്ടുണ്ട്. ആൽവിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആൽവിൻ, കോട്ടയമായിരിക്കും ഒരുപക്ഷെ UDFന് വലിയ തലവേദന ഉണ്ടാക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് തർക്കങ്ങൾ, കേരള കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ കൂടുതൽ സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ നിലവിൽ മത്സരിക്കുന്നതിനേക്കാൾ ഒരു സീറ്റ് അധികം വേണമെന്ന് കോൺഗ്രസ് കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യം എങ്ങനെയായിരിക്കും കോട്ടയത്തെ UDF രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ? അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDFിലെ സീറ്റ് നിർണയം കോട്ടയത്ത് അത്ര എളുപ്പമാകില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. KM മാണി അവരുടെ സീറ്റുകൾ വിട്ടു നൽകില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് നേതൃത്വം DCC അധ്യക്ഷൻ ടോമി കല്ലാനി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പൊതുവികാരം എന്ന് പറയുന്നത് കോട്ടയത്ത് ഒരു സീറ്റ് കൂടി വേണം എന്നതാണ്, കൂടുതലായി വേണം എന്നതാണ്, ഒരു സീറ്റ് എങ്കിലും വേണം എന്നതാണ് യഥാർത്ഥമായ വാക്കുകൾ എടുത്ത് പറഞ്ഞാൽ നമുക്ക് പറയാനാകുക. അതായത് പൂഞ്ഞാർ സീറ്റാണ് അവർ കണക്ക് കൂട്ടുന്നത്. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് PC ജോർജ് വിട്ടുപോയതിനെ തുടർന്ന് പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റുവാങ്ങണമെന്നാണ് ഇപ്പോൾ പല പ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം ഇത് കഴിഞ്ഞ ദിവസം KPCCയുടെ ഉപസമിതി ഇവിടെ എത്തിയിരുന്നു. അവർക്ക് മുൻപാകെയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശൂരനാട് രാജശേഖരനും AK മണിക്ക് മുൻപാകെയാണ് ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിന് നിലവിൽ ഇപ്പോൾ 3 സീറ്റിലാണ് മത്സരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 9 സീറ്റ് ഉള്ളതിൽ 3 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്നത്. അത് 4 എങ്കിലും ആക്കണമെന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരമുണ്ടായത്. പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ മറ്റ് ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ, ബ്ലോക്ക് തലത്തിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് രേഖാമൂലം എഴുതി ഇത് KPCCക്ക് അവർ കൈമാറിയിട്ടുണ്ട്, DCCക്ക് കൈമാറിയിട്ടുണ്ട്. DCC അധ്യക്ഷൻ ടോമി കല്ലാനി അത് KPCCക്ക് കഴിഞ്ഞ ദിവസം കൈമാറി ഇന്നലെ ചർച്ചകൾ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും VM സുധീറിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു DCC അധ്യക്ഷനുണ്ടെങ്കിൽ അത് ടോമി കല്ലാനി തന്നെയാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ടോമി കല്ലാനിയുടെ പേര് DCC അധ്യക്ഷൻ നിയമസഭയിലേക്ക് പൂഞ്ഞാർ സീറ്റിലേക്ക് അദ്ദേഹം വെക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ആൽവിൻ തോമസ്, കോട്ടയത്ത് കേരള കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് ആൽവിൻ തോമസ് നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക അടിയന്തരമായി കൈമാറാൻ KPCCക്ക് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഹൈക്കമാൻഡിന്റെ പരിശോധനയ്ക്ക് ശേഷമാകും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് 2 പേരടങ്ങുന്ന മറ്റൊരു പട്ടിക കൂടി കൈമാറണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DCCകൾ നൽകിയ ലിസ്റ്റിൽ നിന്ന് ചുരുക്കപ്പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിന് നൽകണമെന്നായിരുന്നു ആദ്യം ലഭിച്ച നിർദ്ദേശം. ഇതിനായുള്ള ചർച്ചകളിലേക്ക് KPCC കടക്കുകയും ചെയ്തു. UDF യോഗത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് സമിതി വിളിച്ചു ചേർത്ത് അന്തിമ പട്ടിക നൽകാനായിരുന്നു ശ്രമം. ഇതിനിടയിലാണ് DCCകൾ നൽകിയ 3-4 പേരടങ്ങുന്ന പ്രാഥമിക പട്ടിക കൈമാറാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് അടുത്ത ദിവസം തന്നെ ചുരുക്കപ്പട്ടികയും കൈമാറണം. പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ജയസാധ്യത ഹൈക്കമാൻഡ് നേരിട്ട് പരിശോധിക്കും. അവർക്ക് അവരുടേതായ സോഴ്സ് ഉണ്ടല്ലോ, അവരുടേതായ സോഴ്സിൽ കൂടെ അവരന്വേഷിക്കും. അവരുടേതായ മെഷീനറി അവർക്കുണ്ട്, ആ മെഷീനറി അന്വേഷിക്കും. അപ്പൊ അതിന് സഹായകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പട്ടിക തയ്യാറാക്കി. DCCകൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ തന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഇതുവരെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം.
സിനിമാ താരങ്ങളായ ജഗദീഷും സിദ്ദീഖും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായേക്കും. ജഗദീഷിനെ പത്തനാപുരത്ത് മത്സരിപ്പിക്കാനും സിദ്ദീഖിനെ അരൂരിൽ മത്സരിപ്പിക്കാനുമാണ് KPCC ആലോചിക്കുന്നത്. ഇതു സംബന്ധിച്ച് ഇരുവരുമായും KPCC നേതൃത്വം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. DCCകൾ KPCC കൈമാറിയ പട്ടികയിലാണ് സിനിമാ താരങ്ങൾ ഇടം പിടിച്ചത്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരെ ജഗദീഷിനെ മത്സരിപ്പിക്കാമെന്ന നിർദ്ദേശമാണ് കൊല്ലം DCC മുന്നോട്ട് വയ്ക്കുന്നത്. ജഗദീഷുമായി KPCC നേതൃത്വം ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയതായാണ് സൂചന. അരൂർ മണ്ഡലത്തിലെ ലിസ്റ്റിലാണ് നടൻ സിദ്ദിഖ് ഉൾപ്പെട്ടത്. സിദ്ദിഖുമായി KPCC ആശയവിനിമയം നടത്തി. എന്നാൽ സിദ്ദിഖ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം എതിർപ്പുമായി DCCകൾ രംഗത്തെത്തി. ഇന്നലെ കൊടുത്ത ലിസ്റ്റിലും ലീഡേഴ്സിന്റെ അടുത്ത് ഈ പുറത്തു നിന്നുള്ള ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ആ പട്ടികയിൽ ഇങ്ങനെ സിനിമാ താരങ്ങളുടെ പേരോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പേരുകളോ ഒന്നും ഞങ്ങൾ പരാമർശിച്ചിട്ടില്ല. രാഷ്ട്രീയമായ ഒരു പൊതു താല്പര്യങ്ങൾ പാർട്ടിക്കകത്ത് നിയമമുണ്ട്. ഈ സ്റ്റാൻഡ് ഇപ്പൊ തന്നെ വണ്ടി കൂടുതലാണ്. പത്തനാപുരത്ത് പയറ്റിനിറങ്ങാനാണ് ജഗദീഷിനോട് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എതിരാളി ചില്ലറക്കാരനല്ല. കീഴൂട്ടുദേശത്തെ യുവരാജാവ് ഗണേഷ് കുമാർ. കേരള രാഷ്ട്രീയത്തിൽ ചുട്ടകോഴിയെ പറപ്പിക്കാനുള്ള സിദ്ധിവൈഭവമുള്ള അച്ഛന്റെ മകൻ. പത്തനാപുരം മണ്ഡലം ഐക്യമുന്നണിയോടൊപ്പം നിർത്തിയ മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരൻ. ഉമ്മൻചാണ്ടിയുടെ അടിഞ്ഞാട്ടത്തിന് ഒരു അവസാനം ഉണ്ടാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. സിനിമാക്കാരനായ രാഷ്ട്രീയക്കാരനല്ല ഇപ്പോൾ ഗണേഷ് കുമാർ. രാഷ്ട്രീയക്കാരനായ സിനിമാക്കാരനായിട്ട് 1.5 പതിറ്റാണ്ടായി. എന്നാൽ ഇതൊന്നും വലിയ കാര്യമല്ലെന്നാണ് ജഗദീഷിന്റെ മട്ട്. പലതവണയായി കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചയിൽ പറഞ്ഞു കേട്ട പേരാണ്. പക്ഷേ പയറ്റോടടുക്കുമ്പോൾ പടിക്ക് പുറത്താകുമെന്ന് മാത്രം. മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. 1 മണിക്കൂറായി ഞാനിവിടെ കുറ്റിയെടുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. മണിക്കുട്ടിയോട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. താക്കോൽ എന്തേ തന്നൂടായിരുന്നോ? നിനക്ക് താക്കോൽ വാങ്ങിച്ചൂടായിരുന്നോ? നീ വരാൻ ഇത്രയും വൈകുമെന്ന് ഞാൻ അറിഞ്ഞു. നീ ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഇത്തവണ KPCCയിലെ 33 കോടി ചെറുദൈവങ്ങളും ഹൈക്കമാൻഡും കനിഞ്ഞാൽ പത്തനാപുരത്ത് നക്ഷത്രയുദ്ധം തന്നെയാകും. നക്ഷത്രയുദ്ധം. കുന്നമംഗലം മണ്ഡലമാണ് ഇന്ന് തട്ടകം പരിശോധിക്കുന്നത്. PT റഹീം തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, മത്സരിച്ചാൽ താൻ തന്നെ ജയിക്കുമെന്നും PT റഹീം പറഞ്ഞു. 2011 കുന്നമംഗലത്ത് നിന്നും ഇടതു സ്വതന്ത്രനായി മത്സരിച്ചാണ് PT റഹീം MLA ആയത്. നാഷണൽ സെക്കുലർ കോൺഫറൻസ് എന്ന പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയാണ് റഹീം. മുസ്ലിം ലീഗിന്റെ സ്വാധീന കേന്ദ്രമായ കുന്നമംഗലത്ത് ഇത്തവണയും PT റഹീമിനെ തന്നെ മത്സരിപ്പിക്കാനാണ് LDFിലുള്ള ധാരണ. ഇടതുപക്ഷം എവിടെയാണോ മത്സരിക്കാൻ പറയുന്നത് അവിടെ ഞാൻ മത്സരിക്കും. കാരണം എനിക്ക് ഇടതുപക്ഷമാണ് എന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറം എനിക്കൊരു നിലനിൽപ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷം പറയുന്നത് എന്താ ചെയ്യും. മുസ്ലിം ലീഗ് വോട്ടുകൾ കൂടി ആകർഷിക്കാനുള്ള ശേഷിയും മണ്ഡലത്തിൽ സ്വാധീനമുള്ള കാന്തപുരം വിഭാഗവുമായുള്ള ബന്ധവും റഹീമിന് തുണയാകും. കൊടുവള്ളിയിലും കുന്നമംഗലത്തും ഒക്കെ എന്റെ ലീഗിലുള്ള ഒരുപാട് സഹപ്രവർത്തകന്മാരും സുഹൃത്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നെ നന്നായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരെന്റെ കൂടെ നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും അങ്ങനെ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുന്നമംഗലം സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് റഹീമിന്റെ വിജയസാധ്യത കൂട്ടുമെന്ന കണക്കൂട്ടലും ഇടതുപക്ഷത്തിനുണ്ട്. മീഡിയ 1 കോഴിക്കോട്. കേരള ബാലറ്റ് ഇവിടെ പൂർത്തിയാകുന്നു. ഇനി ഈവനിംഗ് ന്യൂസുമായി സനീഷ്.